നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കുറച്ചു മുമ്പ് രജിസ്ട്രാർ ഓഫീസിൽ വന്ന് വിവാഹം തടയാൻ ശ്രമിച്ചത് ഇതേ നിയമപ്രശ്നം പറഞ്ഞുകൊണ്ടാണല്ലോ. നിയമം അനുസരിച്ച് ഈ വീട് ആരുടെ പേരിലാ? ആരുടെ പേരിലാ അച്ഛാ? അത് നിന്റെ പേരിലാ. അപ്പൊ നിയമം അനുസരിച്ച് എന്റെ പേരിലുള്ള വീട്ടിൽ ഞാനും എന്റെ ഭാര്യയും താമസിക്കണോ, അതോ ഞങ്ങളെ എതിർക്കുന്നവര് താമസിക്കണോ? ദേ നന്ദിനി, ഈ കാര്യത്തിൽ താൻ സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ ചില സംശയങ്ങൾക്ക് മറുപടി കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ എങ്ങനെ, ഇറങ്ങുന്നുണ്ടോ? കേട്ടില്ല നിങ്ങള്? ഹലോ, അവിടെയല്ല ഇവിടെ. എന്നോട് മറുപടി പറ. എല്ലാ കാലത്തും ഇവിടെ ഇങ്ങനെ ജയിപ്പിച്ച് കളയാന്നുള്ള ധാരണ ഉണ്ടോ നിനക്ക്? ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് അഹങ്കാരമാണെന്ന് കരുതുവോ? എങ്കിലും ഉണ്ട്. അതെ, കുറച്ച് അഹങ്കാരത്തോടെ തന്നെയാ സൂര്യ പറയുന്നത്. ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ വിവാഹം രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഷീ വിൽ ബി ഹിയർ. നന്ദിനി ഈ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും. എതിർക്കാൻ വരുന്നവര് സൂര്യയുടെ സ്വഭാവം അറിയുകയും ചെയ്യും. മണി, നന്ദിനി ആ മാല ഊര്. മണി, ഇത് പൂജാമുറിയിൽ കൊണ്ടുപോയി ഐശ്വര്യമായിട്ട് വെക്കണം കേട്ടോ. പൂജാമുറിയിലോ? പിന്നല്ലാതെ, വിവാഹം കഴിഞ്ഞ് വരുന്നവരുടെ പൂമാല ഊരി പൂജാമുറിയിലല്ലേ വെക്കേണ്ടത്? അതല്ലേ സിസ്റ്റം. മാനവും മര്യാദയും ഉള്ളവരുടെ കഴുത്തിൽ കിടക്കുന്ന പൂമാല പൂജാമുറിയിൽ വയ്ക്കുന്നത് സിസ്റ്റമാണ്. പക്ഷെ ഇവളെ പോലുള്ള ഒരുത്തിയുടെ കഴുത്തിൽ ആ പൂമാല കിടന്നാൽ അതിനു കൂടി നാണക്കേടാണ്. പത്മ, അനാവശ്യമായിട്ട് ഇവരെ അപമാനിക്കരുത്. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ വില കെട്ടവളുടെ കഴുത്തിലിട്ട പൂമാല ഇവൻ ആ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കട്ടെ. എന്തൊക്കെയായിരുന്നടി നിന്റെ ഡിമാൻഡ്സ്? രജിസ്റ്റർ വിവാഹത്തിന് സമ്മതിക്കണമെങ്കിൽ പൂജാമുറിയുടെ ചടങ്ങ് കഴിഞ്ഞ് ഞാനും എന്റെ മക്കളും കൂടി നിന്റെ കാല് കഴുകി തരണ ചടങ്ങ് നീ പറഞ്ഞിട്ടുണ്ടോ? സത്യത്തിൽ അങ്ങനെ ഒരു ചടങ്ങ് കൂടെ ഉണ്ടായിരുന്നേ നന്നായിരുന്നേ. എങ്കിലേ ഞാൻ അതും ചെയ്യിച്ചേനെ. സൂര്യ, നീ വെറുതെ ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത്. അവന്റെ ഒരു കല്യാണവും പൂമാലയും എല്ലാം കൂടി വലിച്ചെടുത്ത് പുറത്തെറിയും ഞാൻ. അതിലെങ്ങനെ തൊട്ട കൈവെട്ടി കളയാ ഞാൻ. എല്ലാവരും കൂടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, നന്ദിനി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തത് നന്ദിനി ഈ കുടുംബത്തിന്റെ നേരെ അവകാശിയാണെന്ന് പ്രഖ്യാപിക്കാൻ തന്നെയാ. ഈ വീട്ടിൽ നിങ്ങൾക്കൊക്കെ എന്ത് അവകാശമുണ്ടോ അതൊക്കെ എന്റെ ഭാര്യ നന്ദിനിക്കും ഉണ്ടായിരിക്കും. മനസ്സിലായോ? സർ, ഒന്ന് നിർത്തോ? എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ എന്തിനെ തല്ലുന്നേ? എനിക്ക് സ്ഥാനോ അവകാശങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾ തമ്മിൽ തല്ലാതിരുന്നാൽ മാത്രം മതി. നിർത്തടി. അവസരം കിട്ടുമ്പോ നീ അങ്ങ് കൊട്ടി കേറാണല്ലോ. സ്ഥാനോ അവകാശം ഒന്നും നിനക്ക് വേണ്ടെങ്കിലേ നീ എന്തിനാടി രജിസ്റ്റർ ഓഫീസിൽ പോയത്? എന്തിനാടി അവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ആ രജിസ്റ്ററിൽ നീ ഒപ്പിട്ടത്? ഈ കുടുംബത്തിന്റെ ഗൗരവം നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇവിടെ ജീവിക്കുന്നവരുടെ അന്തസ് നീ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണ്ടേ അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള യോഗ്യത നിനക്കില്ലെന്ന്? ഏത് നേരം നോക്കാലും യോഗ്യത യോഗ്യത. അല്ല, എന്താ നിങ്ങൾ ഈ പറയുന്ന യോഗ്യത? എന്താ നീ ഇവളിൽ കാണുന്ന യോഗ്യത? ഏതോ തൊഴുത്തിൽ കിടന്ന കന്നുകാലികളുടെ ചാണകം വാരിയതോ, അതോ ദേ ഇവിടത്തെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകി വിളമ്പിയതോ? ശിശോ, പറയാനാണെങ്കിൽ കുറെ ഉണ്ടല്ലോ കാര്യം. അന്ന് ജഗത് പട്ടേൽ വന്നപ്പോ അയാളുടെ മുമ്പിൽ ഇവളൊരു വലിയ കഥാപ്രസംഗം നടത്തി, വ്യത്യസ്തമായ ചീരകളെ കുറിച്ച്. അതാണോടാ നീ പറഞ്ഞ ഈ യോഗ്യത?
ഈ നാട്ടിലെ ഏത് ഹോട്ടലിന്റെ അടുക്കളയിൽ നിൽക്കുന്ന ആ വിജ്ഞാനത്തിന്റെ പേരല്ല നീ പറഞ്ഞ ഈ യോഗ്യത. ഐ എം റിയലി സോറി പത്മ മാഡം. അതെ, നന്ദിനിയുടെ കഴിവുകളെ കുറിച്ച് കുറച്ചു നേരത്തേക്ക് ഒന്ന് മാറ്റി പിടിക്കേ. പകരം അച്ഛനെ പോലും വെറുക്കാൻ പഠിപ്പിച്ച രണ്ടെണ്ണത്തിനെ കൂടെ കൊണ്ടു നടക്കുന്നില്ലേ സ്വന്തം മക്കളെ. അവർക്ക് ഇതുവരെ ഉണ്ടാക്കി കൊടുത്ത യോഗ്യതയെ പറ്റി ഒന്ന് പറഞ്ഞതാ എനിക്ക്, പ്ലീസ് പറയണം. ഈ നിൽക്കുന്ന എന്റെ ഭാര്യയേക്കാൾ അതിശയിക്കുന്ന എന്തെങ്കിലും കഴിവുകൾ സ്വന്തം മക്കൾക്കുണ്ടെങ്കിൽ അതൊന്ന് ചൂണ്ടിക്കാണിച്ചത് എനിക്ക്. അഭിമാനത്തോടെ വളർത്തുന്നതിന്റെ ഗുണം എനിക്കൊന്ന് തിരിച്ചറിയാനാ. അല്ല, എന്റെ മക്കൾക്ക് എന്താണ് കുറവ്? അവർക്ക് വിദ്യാഭ്യാസം ഇല്ലേ? അവര് ഹൈ ക്ലാസ് സൊസൈറ്റിയിൽ ജീവിക്കുന്നവരല്ലേ? ദേ നോക്ക്, നിന്റെ കൂടെ നിൽക്കുന്ന ഇവളുണ്ടല്ലോ, കൊള്ളാവുന്ന ഒരു ഫംഗ്ഷന് കൊണ്ടുപോകാൻ നിനക്ക് ധൈര്യമുണ്ടോ? അല്ല, അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയോ ഇവക്ക്? വേണ്ട. അന്ന് ഓഫീസില് ജഗത് പട്ടേൽ ഒരേ ഒരു വാക്ക് ഇംഗ്ലീഷിൽ ചോദിച്ചപ്പോ അവിടെ ഇരുന്ന് വിളറി വേർത്തതാ ഇവള്. അത് കഴിഞ്ഞ് രാവും പകലും നീ ഇവിടെ കിടന്ന് എന്തൊക്കെയോ കോമാളിത്തരം കാണിക്കുന്നുണ്ടായിരുന്നല്ലോ ഈ സുദേവന്റെ മകളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ. നീ പറഞ്ഞു കൊടുത്ത എന്തേലും ഇവളുടെ തലയിൽ കയറിയോ? അതാടാ ജനറ്റിക്സിന്റെ ഗുണം. അടുക്കളയിലെ പാത്രങ്ങൾ കഴുവാൻ ഞാൻ എന്റെ മക്കളെ പഠിപ്പിച്ചിട്ടില്ലായിരിക്കാം, അന്തസ്സുള്ള സൊസൈറ്റിയുടെ മുമ്പില് ജീവിക്കാൻ പഠിപ്പിച്ചു. ഓ, വീണ്ടും ഇംഗ്ലീഷാണ് പ്രശ്നം. അതെ, ഞാനൊന്ന് അറിഞ്ഞ് കഷ്ടപ്പെട്ടാലേ ഇവിടുത്തെ രണ്ട് പെൺമക്കളും പറയുന്നതിനേക്കാൾ അന്തസ്സായിട്ട് എന്റെ നന്ദിനി ഇംഗ്ലീഷ് സംസാരിക്കും. അത് പക്ഷേ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവണം. എങ്കിൽ പിന്നെ നമ്മൾ തമ്മിലുള്ള ഒരു ചലഞ്ച് അതെന്നെ ആയിക്കോട്ടെ. ഇത്തവണ നമ്മുടെ കമ്പനി വാർഷികം വരുന്നുണ്ടല്ലോ. കമ്പനി വാർഷികം വരുന്ന ദിവസം മുഴുവൻ ഗസ്റ്റുകൾ ഇരിക്കുന്ന വേദിയില് ഇവളെ കൊണ്ട് കമ്പനിയുടെ വെൽക്കം സ്പീച്ച് നടത്താൻ പറ്റുമോ നിനക്ക്? പറ്റുമോന്ന്? കമ്പനി ചെയറില് എന്റെ അടുത്ത് എഴുന്നള്ളിച്ചു കൊണ്ട് ഇരുത്തിയതല്ലേ നീ? ആ ഇവളെ കൊണ്ട് എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുടെ മുമ്പിൽ ഒരു 4 വാക്യം വെൽക്കം സ്പീച്ച് പറയാൻ പറ്റുമോ എന്നാ ഞാൻ ചോദിക്കുന്നത്.